വെൽക്കം everyone. ഇത് സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓസിലേഷൻ ഇല്ല. അതാണ് കംപ്ലൈൻറ്റ്. ടി വി ഇത് ഓൺ ചെയ്തിട്ടുണ്ട്, ഈ പവർ ലീഡ് ഇങ്ങനെ കത്തിയിട്ടങ്ങാനായി, അത്ര തന്നെ. പിന്നെ ഒരു അനക്കങ്ങളില്ല, ഒരു ഓസിലേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ടി വിയാണ്. കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്താണ്, ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഓൺ ചെയ്തപ്പോഴത്തേക്കും സംഭവം ഓൺ ആവുന്നില്ല. ഓക്കെ, സംഭവം ഞാൻ അവിടെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓസിലേഷൻ കട്ടായതാണെന്ന്. ഓസിലേഷൻ കട്ടാവണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. അപ്പോൾ എന്താണെന്ന് പ്രശ്നം, അത് പയ്യെ നോക്കിയത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ബോർഡ് ഇവിടെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ബോർഡിൽ നല്ല ഡ്രൈ ഉണ്ട്. ഓക്കെ, ഞാനത് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ പവർ സപ്ലൈ ആണെങ്കിലും, മെയിൻ IC ആണെങ്കിലും, റെഗുലേറ്റർ സെക്ഷൻ ആണെങ്കിലും, വെർട്ടിക്കൽ സെക്ഷൻ ആണെങ്കിലും, ഹൊറിസോണ്ടലാണെങ്കിലും ബോർഡ് നല്ല ഡ്രൈ ഉണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ റെഗുലേറ്ററിൻ്റെ ഈ കാലുകളൊക്കെ നല്ല ലൂസാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഇളവി നിൽക്കുകയാണ്. ഇപ്പോൾ ഡ്രൈ ആണിത്. ഓക്കെ, വോൾട്ടേജ് എല്ലാം പക്കയായിരിക്കും, പക്ഷെ ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ ഉള്ളത് കൊണ്ടാണ് സംഭവം ഇത് ഓസിലേഷൻ വരാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ചില സാഹചര്യത്തിൽ ഡ്രൈ അടിച്ചിട്ടും എന്താണ് ഓസിലേഷൻ വരാതിരിക്കുന്ന ടി വി ഉണ്ട്. ഡ്രൈ അടിച്ചപ്പോൾ ഓസിലേഷൻ വന്ന ടി വിയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓസിലേഷൻ, ഇപ്പോൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ഓസിലേഷൻ വന്നില്ല എങ്കിൽ അത് എന്താണെന്ന് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി. ഇതിപ്പോൾ ഡ്രൈ ആയിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ഡ്രൈ തന്നെ ആയിരിക്കും. അപ്പോൾ ബോർഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യണം. അപ്പോൾ അതിന് ഒരു അരമണിക്കൂറോളം എടുക്കും. ബേസ് ബോർഡ് ഉൾപ്പെടെ ഡ്രൈ സോൾഡർ ചെയ്യണം. അങ്ങനെ ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ടി വി ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈ ഉണ്ടെങ്കിലും പല കംപ്ലയിൻസും കാണിക്കും. ഈ വെട്ടൽ വിറയൽ, പിന്നെ സ്ക്രീൻ ഔട്ടാവുന്നത് കംപ്ലയിൻസ്, ഓസിലേഷൻ മെയിനായിട്ട് കട്ടാവുന്നത്, അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ പോലും ഈ എന്താണ് പവർ ലീഡ് പോലും കത്താതിരിക്കുന്നത്, പവർ സപ്ലൈ പോലും വരാത്തത് ഡ്രൈ ആയിരിക്കും. എനിക്കങ്ങനെ ഒരുപാട് ടി വി കിട്ടിയിട്ടുണ്ട്, LG ആയാലും സാംസങ് ആയാലും. ഓക്കെ, ഇവിടെ ഞാൻ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ബേസ് ബോർഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നേരത്തെ ഇരുന്നത് പോലെയല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഡ്രൈ സോൾഡർ ചെയ്യാൻ. എന്തായാലും ആ വീഡിയോ, ഡ്രൈ സോൾഡർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ടി വി ഓൺ ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് ഓസിലേഷൻ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ പവർ ലീഡ് കത്തി അതങ്ങ് ഓഫായി. ഇപ്പോൾ ഓസിലേഷൻ വന്നിട്ടുണ്ട്. എനിക്കിത് ഇവിടെ നിന്ന് കേൾക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കേൾക്കാൻ പറ്റില്ല. ആഡിയോ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ സ്ക്രീനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടിവിയുടെ കംപ്ലയിൻസ് മാറി, ഡ്രൈ സോൾഡറിങ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും, പിന്നെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. പിന്നെ ഇത് മാത്രമല്ല, ചാനൽ ഒരുപാട് വേറെ വീഡിയോസ് ഉണ്ട്, സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.